AWS കോഡ് കമ്മിറ്റിലെ ബ്രാഞ്ചസ് ആൻഡ് പുൾ റിക്വസ്റ്റ് എന്നൊരു സെഷനാണ് നമ്മൾ ഇന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നോക്കി മനസ്സിലാക്കിയത് നമുക്ക് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നിന്നും എങ്ങനെ സോഴ്സ് കോഡ് നമ്മൾ ഓൺലൈൻ ഈ കോഡ് കമ്മിറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യാമെന്നുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ നോക്കി മനസ്സിലാക്കിയത്. എന്നിട്ട് നമ്മൾ ഒരു കമ്മിറ്റ് നമ്മൾ ചെയ്തു, കമ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്തപ്പോഴാണ് ലോക്കൽ മെഷീനിൽ നിന്നും ഡെവലപ്പർ മെഷീനിൽ നിന്നും ആ കോഡ് കമ്മിറ്റിൻ്റെ റെപ്പോസിറ്ററിയിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച റെപ്പോസിറ്ററിയിലോട്ട് അപ്ലോഡ് ആയത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് നമുക്ക് നമ്മളിപ്പം കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, അതായത് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഓൺലൈൻ കോഡ് റെപ്പോസിറ്ററിയിൽ. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലോട്ട് എങ്ങനെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചിലോട്ട് എങ്ങനെ നമുക്ക് കോഡ് പുഷ് ചെയ്യാമെന്നും പിന്നീട് അവസാനം നമുക്ക് എങ്ങനെ ബ്രാഞ്ചസ് തമ്മിൽ മെർജ് ചെയ്യാമെന്നുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഇന്ന് നോക്കി മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇപ്പോൾ AWS ഫ്രീ ടയർ അക്കൗണ്ടിൽ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അതിൽ നമുക്ക് കോഡ് കമ്മിറ്റ് എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച റെപ്പോസിറ്ററിയിലോട്ട് പോവുക. റെപ്പോസിറ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത കോഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇവിടെ കമ്മിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഒരു കമ്മിറ്റാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രാഞ്ച്, അതായത് മാസ്റ്റർ എന്ന പേരുള്ള ഒരു ഡിഫോൾട്ട് ബ്രാഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നമുക്കൊന്ന് ആദ്യം ലോഗിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡെവലപ്പർ മെഷീൻ, അതായത് ഉബുണ്ടു മെഷീനിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിക്കകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒന്ന് ജിറ്റ് സ്റ്റാറ്റസ് നമുക്കിപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ പുതിയതായിട്ടൊന്നും കമ്മിറ്റ് ചെയ്യാനില്ല, കാരണം നമ്മൾ ഇതിലുള്ള സോഴ്സ് കോഡൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇൻഡെക്സ് ഫയൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇൻഡെക്സ് ഫയൽ HTML ഇൻഡെക്സ് ഫയൽ ഞാനൊന്ന് എഡിറ്ററിലൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ Trivandrum DevOps കോഴ്സ് എന്ന് പറഞ്ഞ ടൈറ്റിലുണ്ടായിരുന്നു. ഞാനതൊന്ന് വെർഷൻ 2 എന്നും പറഞ്ഞ് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇപ്പോൾ ജിറ്റ് സ്റ്റാറ്റസ് നോക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം ആ ഒരു ഇൻഡെക്സ് ഫയൽ ഇപ്പോൾ ഒന്ന് മോഡിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് മോഡിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ജിറ്റ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ നമുക്കതിന് വീണ്ടും നമുക്കൊന്ന് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് കൊടുത്തിട്ട് ആ ഒരു ഫയൽ മാത്രമായിട്ട് ഞാൻ ജിറ്റ് ആഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിലുള്ള എല്ലാ ഫയൽസും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തതുപോലെ നമുക്ക് ആഡ് ചെയ്യണമായിരുന്നെങ്കിൽ ജിറ്റ് ആഡ് കൊടുത്തിട്ട് ഇവിടെ ഡോട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഫയൽ ഇൻഡെക്സ് ഫയൽ മാത്രമാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിറ്റ് ആഡ് ആ ഫയലിൻ്റെ നെയിം കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ജിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് അതിലോട്ട് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കമ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിറ്റ് കമ്മിറ്റ് -m നമുക്കിങ്ങനെ കൊടുക്കാം. മോഡിഫൈഡ്, മനസ്സിലാവുന്നൊരു മെസ്സേജ് കൊടുക്കാം. മോഡിഫൈഡ് ഇൻഡെക്സ് ടു വെർഷൻ 2 v2 എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ നമുക്കിപ്പോൾ കോഡ് കമ്മിറ്റിൽ അത് വന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. നമുക്കിപ്പം കോഡ് എടുത്തു നമ്മുടെ റെപ്പോസിറ്ററിക്കകത്തുള്ള ഇൻഡെക്സ് ഫയൽ ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ കോഡ് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ലൈന്. കണ്ടില്ല, ഇവിടെ അത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ലോക്കൽ മെഷീനിലാണ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ അത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നിന്ന് നമുക്കത് പുഷ് ചെയ്യാം. അപ്പോൾ ജിറ്റ് പുഷ് എന്നും പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ യൂസർ നെയിം ആ ഒരു പാസ്വേഡ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മളത് സേവ് ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ, നമ്മൾ IAM യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ യൂസർ നെയിം കോപ്പി ചെയ്തെടുത്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇപ്പോൾ അടുത്ത പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അതുപോലെ നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ കൊടുക്കുക. പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുത്തു. അപ്പോൾ ഈ ഒരു ചേഞ്ച് അങ്ങോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് കോഡ് കമ്മിറ്റിലെ റെപ്പോസിറ്ററിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നുകൂടെ ആ ഒരു റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്തു.
എന്നിട്ട് ആ ഒരു ഇൻഡെക്സ് ഫയൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കോഡ് ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ വെർഷൻ 2 എന്ന് പറഞ്ഞ് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ വരുത്തിയ ആ ഒരു ചേഞ്ച് രണ്ടാമത് ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്തപ്പോൾ നമ്മുടെ കോഡ് കമ്മിറ്റിൽ റെപ്പോസിറ്ററിയിലും അത് റിഫ്ലക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കമ്മിറ്റ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു കമ്മിറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തത് കാണിക്കും. കണ്ടില്ലേ, ഇപ്പം ആ ഒരു മെസ്സേജ് നമ്മൾ അതുകൊണ്ടാണ് മീനിങ് ഫുൾ മെസ്സേജ് കൊടുക്കണമെന്ന് പറയുന്നത്. മോഡിഫൈഡ് ഇൻഡെക്സ് ടു വെർഷൻ 2 നമ്മൾ ആ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു കമ്മിറ്റ് ഐ ഡി ഉണ്ടാവും. നമുക്ക് അതുപോലെ എപ്പോഴാണ് കമ്മിറ്റ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം സമയമെല്ലാം ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബ്രാഞ്ചസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് നമ്മളിപ്പം പുഷ് ചെയ്തത് നമ്മുടെ ആ ഒരു ഡിഫോൾട്ട് മാസ്റ്റർ ബ്രാഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഒറ്റ ബ്രാഞ്ച് ഇവിടെ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു കേസ് ഒന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ടൊരു ഫീച്ചേഴ്സ് ഈ ഒരു കോഡിൽ ആ ഒരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു HTML ഫയലൊക്കെയാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ആ ഒരു വെബ്സൈറ്റിന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ ആ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അത് ഫുൾ ഓക്കെ ആവാതെ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു സോഴ്സ് കോഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ബഗ്ഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫീച്ചർ അല്ല അതിന് റിസൾട്ട് കിട്ടുന്നതെങ്കിലോ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവസാനം ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് പ്രശ്നമാകും കസ്റ്റമർ എൻഡിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് അതൊരു കേസ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു റെപ്പോസിറ്ററിയിൽ ഉള്ള ഫയൽസാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡെവലപ്പേഴ്സ് ഉണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡെവലപ്പർ മാത്രമാണ് ഇപ്പോൾ ഒരു ഡെവലപ്പറാണ് ഇപ്പോൾ ഇതിലോട്ട് സോഴ്സ് കോഡെല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ 2 ഡെവലപ്പേഴ്സും 2 ഫീച്ചേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റിലോട്ട്. അപ്പോൾ 2 പേരും ഒരേ ഫയൽ സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷൻസും എല്ലാം ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം 2 പേര് തന്നെ ഒരു ഫയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ചിലപ്പം 2 പേരും 2 തരത്തിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് കോഡായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് കൺഫ്യൂഷൻസിനും കോൺഫ്ലിക്റ്റിനൊക്കെ ഇടയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ബ്രാഞ്ചസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒറ്റ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ പുതിയതായിട്ടൊരു ഫീച്ചർ, ഒരു എക്സ്പെരിമെൻ്റൽ ഫീച്ചർ നമുക്കിതിൽ ആഡ് ചെയ്യണം. അത് അവസാനം ഫുള്ളി സക്സസ്ഫുൾ ആയി 100% ഓക്കെ ആണെന്ന് ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് മതി നമുക്ക് ശരിക്കും പ്രൊഡക്ഷനിലുള്ള ഈ ഒരു മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് പക്ഷേ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്ക് ആ ഫീച്ചർ ആഡ് ചെയ്യുന്ന പുതിയ ഫീച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ എക്സ്ട്രാ ഒരു എക്സ്പെരിമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ബ്രാഞ്ച് നമ്മളിവിടെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പുതിയ ഫീച്ചേഴ്സ് ആ ഒരു പുതിയ ബ്രാഞ്ചിലോട്ടായിരിക്കും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ലാസ്റ്റ് ആ ടെസ്റ്റിംഗ് ബ്രാഞ്ചിലോട്ട് നമ്മൾ ചെയ്ത പുതിയ ഫീച്ചേഴ്സ് തിരിച്ച് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിനാണ് മെർജിങ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമുക്കിനി പുതുതായിട്ടൊരു ഫീച്ചർ പുതുതായിട്ടൊരു ബ്രാഞ്ച് എങ്ങനെ ആഡ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡെവലപ്പർ മെഷീൻ എടുക്കാം. അവിടെ നിന്ന് നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഈ കമാൻഡ്സ് എല്ലാം തന്നെ നമ്മൾ ജിറ്റ് ആൻഡ് ജിറ്റബ് സീരീസിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ പുതിയൊരു ബ്രാഞ്ച് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിറ്റ് ചെക്കൗട്ട് എന്നൊരു കമാൻഡ് കൊടുക്കുക. എന്നിട്ട് -b എന്ന് പറഞ്ഞ് ബ്രാഞ്ചിന് -b എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ഏതാണോ നമുക്ക് ആ ഒരു ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ സ്വിച്ച് ടു ന്യൂ ബ്രാഞ്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. പിന്നെ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇൻഡെക്സ് ഫയൽ ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പം നിൽക്കുന്ന ബ്രാഞ്ച് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ മാസ്റ്ററിലല്ല ഫീച്ചറിലാണ് ഇപ്പോൾ ഒരു സ്റ്റാർ സിമ്പിൾ കിടക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഫീച്ചേഴ്സ് ബ്രാഞ്ച് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് നമ്മൾ സ്വിച്ച് ചെയ്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ബ്രാഞ്ചിലോട്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനത് ഇൻഡെക്സ് ഫയൽ ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഈ വെർഷൻ 2 എന്ന് പറഞ്ഞൊരു V2 എന്നും പറഞ്ഞും കൂടെ കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്തു. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് ഞാനവിടെ V3 എന്നും പറഞ്ഞാക്കി, എന്നിട്ട് V33 എന്നും പറഞ്ഞാക്കി. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് സേവ് ചെയ്യുകയാണ്. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും നമുക്ക് ജിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ജിറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ട് കണ്ടില്ലേ, അപ്പം ഇൻഡെക്സ് ഫയൽ വീണ്ടും മോഡിഫൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. വീണ്ടും ജിറ്റ് ആഡ് index.html എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് കമ്മിറ്റ് ചെയ്യാം. ജിറ്റ് കമ്മിറ്റ് പറഞ്ഞു -m കൊടുത്തു, മെസ്സേജ് കൊടുത്തു. ഇൻഡെക്സ് ഫയൽ മോഡിഫൈഡ്, ഒരു മീനിങ് ഫുൾ ഒരു മെസ്സേജ് കൊടുക്കുക, മോഡിഫൈഡ് ടു V3 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്യാം. നമുക്ക് മോഡിഫൈഡ് ടു V3 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. ഓക്കെ,
ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോഡ് കമ്മിറ്റിലെ റെപ്പോസിറ്ററിയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോഡ് കമ്മിറ്റിലെ റെപ്പോസിറ്ററിയിലോട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുഷ് ചെയ്യാം. ജിറ്റ് പുഷ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലൊരു കമാൻഡ് നമ്മളിവിടെ കൊടുത്തു. കണ്ടില്ലേ, ഇപ്പം ജിറ്റ് പുഷ് കൊടുക്കാൻ സമയത്ത് അത് ഒരു എററാണ് കാണിച്ചത്, നമുക്ക് അങ്ങനെ പുഷ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടില്ലേ, ദ കറണ്ട് ബ്രാഞ്ച് ഫീച്ചേഴ്സ് ആസ് നോ അപ്സ്ട്രീം ബ്രാഞ്ച് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കാരണം എന്താണ് ഇതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ലോക്കൽ മെഷീനിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ആ ഒരു ബ്രാഞ്ച് നമുക്കിവിടെ ഇല്ല പുഷ് ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പോഴും ഒന്നുകൂടെ ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്ത് കാണിച്ചില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇവിടെ ആ ഒരു ബ്രാഞ്ച് നമുക്കിവിടെ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഒരു മാസ്റ്റർ ബ്രാഞ്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ആ ഒരു ബ്രാഞ്ച് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനൊരു കമാൻഡ്, ഒരു ലെങ്തി കമാൻഡ് നിങ്ങൾ ഇവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പുതിയൊരു ബ്രാഞ്ചിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടുത്തെ കമാൻഡ് എന്ന് പറഞ്ഞാൽ ജിറ്റ് പുഷ് എന്ന് പറഞ്ഞിട്ട് -- ഇവിടെ ഒരു ഹെൽപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ കൊടുക്കുക. അപ്സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒറിജിൻ, നമ്മുടെ ഫീച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിൻ്റെ പേരാണോ അത് കൊടുക്കുക. ഇത്രയും കൊടുത്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ യൂസർ നെയിം പാസ്വേഡും വീണ്ടും ചോദിക്കും. അത് നിങ്ങളിവിടെ ഒന്നുകൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം എൻ്റർ ചെയ്തു. അപ്പോൾ പാസ്വേഡ് ചോദിക്കും, വീണ്ടും ആ ഒരു IAM യൂസറിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ അത് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കോഡ് കമ്മിറ്റിലെ റെപ്പോസിറ്ററിയിൽ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം നമ്മൾ ലോക്കൽ മെഷീൻ, ഡെവലപ്പർ മെഷീനിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബ്രാഞ്ച് ഇവിടെയും വന്നിട്ടുണ്ട്, ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. മാസ്റ്റർ ബ്രാഞ്ചിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇൻഡെക്സ് ഫയൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡെക്സ് ഫയലിൽ ആ ഒരു ലൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ, അത് പക്ഷേ ഇപ്പോഴത്തെ ലാസ്റ്റ് കമ്മിറ്റ് ഇവിടെ വന്നിട്ടില്ല. അത് നമ്മൾ നേരത്തെ മോഡിഫൈ ചെയ്ത രണ്ടാമത്തെ കമ്മിറ്റിലുണ്ടായിരുന്ന V2 തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് മാറ്റിയിട്ട് ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ നോക്കാം. ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ എന്താണ് റിഫ്ലക്ഷൻ വന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ചേഞ്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് കണ്ടില്ല, ഇവിടെ വന്നിട്ടുണ്ടത്. ഇവിടെയാണ് V33 എന്നും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തത്. ഇവിടെയാണ് അത് റിഫ്ലക്റ്റ് ആയി വന്നിരിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നിന്നും ചെയ്തത് നമുക്കൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ നിന്നുകൊണ്ടാണ്, കണ്ടില്ലേ, ഫീച്ചേഴ്സ് ബ്രാഞ്ചിലാണ് നമ്മളിവിടെ നിന്നത്. ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ പുഷ് ചെയ്ത് കോഡ് കമ്മിറ്റിലോട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പം റിഫ്ലക്റ്റ് ആയി വന്നത്, ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ആയത് ഫീച്ചേഴ്സ് ബ്രാഞ്ചിലാണ്. മാസ്റ്റേഴ്സ് ബ്രാഞ്ചിനെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ കമ്മിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. കണ്ടില്ലേ, ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ അത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് കമ്മിറ്റ് ഇത് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കൊടുത്ത ആ ഒരു കമ്മിറ്റ് മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡെക്സ് ഫയൽ മോഡിഫൈഡ് ടു വെർഷൻ 3 എന്നുള്ളത് നമ്മൾ ആ ഒരു കമ്മിറ്റിൻ്റെ സമയത്ത് ലോക്കൽ മെഷീനിൽ നിന്ന് കൊടുത്ത ആ ഒരു മെസ്സേജാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് വരുത്തിയ ആ ഒരു പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതുപോലെ നമുക്കൊരു എക്സ്ട്രാ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ബ്രാഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലോക്കൽ മെഷീനിൽ നിന്ന്. എന്നിട്ട് അതിലോട്ട് കമ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു കോഡ് കമ്മിറ്റിലോട്ട് നമുക്കത് പുള്ള് ചെയ്യാം. അപ്പോൾ കോഡ് കമ്മിറ്റിലും ആ ഒരു സെയിം ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റിംഗ് ഫീച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ആ ഒരു എക്സ്ട്രാ പുതിയ ബ്രാഞ്ചിലോട്ടായിരിക്കും അത് കമ്മിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ എപ്പോഴും നമ്മളൊരു സോഴ്സ് കോഡ്, നമ്മുടെ ഒരു വെബ്സൈറ്റോ അങ്ങനെ എന്ത് സോഴ്സ് കോഡ് ആണെങ്കിൽ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എക്സ്ട്രാ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല നമ്മൾ മാസ്റ്റർ തന്നെയാണ് ഇട്ട് പുതിയ ഫീച്ചേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ക്രാഷ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു നമ്മളിപ്പം അതായത് ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ചേഞ്ച് ഓക്കെ ആണ്, ഇപ്പോൾ എല്ലാവരും വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫയൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ചേഞ്ച് ചെയ്തു, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ച് മെർജ് ചെയ്ത് നമുക്ക് മാസ്റ്റർ ബ്രാഞ്ചിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ പുൾ റിക്വസ്റ്റ് എന്നും പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. പുൾ റിക്വസ്റ്റിൽ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്നും പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്റ്റിനേഷൻ വന്നിട്ട് മാസ്റ്റർ സെലക്ട് ചെയ്യുക. സോഴ്സ് വന്നിട്ട് ഫീച്ചർ, അതായത് ഫീച്ചറിലുള്ള ചേഞ്ച് നമുക്ക് മാസ്റ്ററിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ കമ്പയർ കൊടുക്കുക. കമ്പയർ കൊടുക്കുമ്പോൾ മെർജബിൾ ആണ്, വേറെ കോൺഫ്ലിക്ട്സ് ഒന്നുമില്ല, മെർജ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം. പുൾ റിക്വസ്റ്റ്
1 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ V33 എന്ന് പറഞ്ഞ ഒരു ചേഞ്ച് ആണ് നമ്മൾ വരുത്തിയത്, അത് നമുക്ക് തിരിച്ച് മെർജ് ചെയ്യാനാണെന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻസ് മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചേഞ്ച് ഇവിടെ മനസ്സിലാവും. അതായത് V333 എന്ന് പറഞ്ഞൊരു ചേഞ്ചാണ് നമുക്ക് V2 നമുക്ക് മെർജ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പുൾ റിക്വസ്റ്റ് മാത്രമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കോഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ ബ്രാഞ്ചിൽ ഇൻഡെക്സ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ചേഞ്ച് ആയിട്ടില്ല. കാരണം നമ്മളൊരു പുൾ റിക്വസ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ച് മാസ്റ്ററിലോട്ട് മെർജ് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് നമ്മൾ അതിന് മുമ്പ് നിങ്ങളുടെ ഹയറാർക്കി അനുസരിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പുൾ റിക്വസ്റ്റ് മെർജ് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സിൻ്റെ അടുത്തെല്ലാം അപ്രൂവൽ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡറിൻ്റെ അപ്രൂവൽ എടുത്തിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഹയറാർക്കി അനുസരിച്ചിട്ട് ആ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം ചിലപ്പോൾ പുൾ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ TL ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അതെന്തായിരുന്നാലും നിങ്ങൾ ആ ഒരു അപ്രൂവൽ എല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു കോഡ് ഇതിലോട്ട്, അതായത് ഇപ്പം എക്സ്പെരിമെൻ്റൽ ബ്രാഞ്ചിൽ നിന്നും തിരിച്ച് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ളൊരു ഓക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പെർമിഷൻ കിട്ടിയ ശേഷം നിങ്ങൾ ആ പുൾ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പുൾ റിക്വസ്റ്റ് ഇവിടെ ആ പേര് കാണാൻ സാധിക്കും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ മെർജ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഫൈനലി നമുക്കിവിടെ ചെയ്യേണ്ടത് മെർജാണ്. ആ മെർജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് കാണിക്കും മെർജ് ചെയ്യേണ്ട. അത് നിങ്ങളിപ്പം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. മെർജ് 3 ഓപ്ഷൻസ് കാണിക്കും. ഫസ്റ്റ് വൺ തന്നെ സെലക്റ്റഡ് ആയിരിക്കും, ഫാസ്റ്റ് ഫോർവേഡ് മെർജ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. മെർജ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് വേണ്ടെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതാണ്. നമ്മൾ എക്സ്പെരിമെൻ്റൽ ചേഞ്ച് ആദ്യം നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ബ്രാഞ്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണല്ലോ നമ്മൾ കൊണ്ടുവന്നത്. അത് നമുക്ക് ആ ചേഞ്ചസ് നമുക്ക് മാസ്റ്ററിലോട്ട് മെർജ് ചെയ്ത ശേഷം പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് വേണ്ടെങ്കിൽ നമുക്കതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിക്ക് ബോക്സ് ഇവിടെ കൊടുക്കുന്നത്. അതിപ്പം ടിക്ക് ബോക്സ് എനേബിൾ ചെയ്തിട്ടിരുന്നാൽ മതി നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെർജ് പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ പുൾ റിക്വസ്റ്റ് സക്സസ് ആയെന്നും പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് ബ്രാഞ്ചിലുള്ള അത് മെർജ് ഇൻറ്റു മാസ്റ്റർ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കോഡ് ലിങ്ക് എടുക്കാം, കോഡിലോട്ട് പോവാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ് ബ്രാഞ്ച് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞു, അതിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മാസ്റ്റേഴ്സ് ബ്രാഞ്ചിൽ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഇൻഡെക്സ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ നമ്മൾ ഫീച്ചേഴ്സ് ബ്രാഞ്ചിൽ കൊണ്ടുവന്ന ചേഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് ഇപ്പോൾ റിഫ്ലക്റ്റ് ആയിരിക്കുകയാണ്. മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് റിഫ്ലക്റ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റൽ ഫീച്ചർ ഒരു സെക്കൻഡ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ചെയ്തതെങ്കിൽ അത് എല്ലാവരുടെയും പെർമിഷൻ കിട്ടി, അത് ഓക്കെയാണ്, നമ്മുടെ പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മെർജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഇങ്ങനെ പുതിയൊരു ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും മെർജ് ചെയ്യുന്നതുമെല്ലാം. ഇപ്പോൾ നമുക്ക് എക്സാമിൽ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ, പലതരത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ഒന്നിൽ കൂടുതൽ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സെയിം റെപ്പോസിറ്ററി ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം പുതിയൊരു റെപ്പോസിറ്ററി, ഓരോ ഡെവലപ്പേഴ്സിനും പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നതല്ല അതിനുള്ള സൊല്യൂഷൻ. മറിച്ച് ഇതുപോലെ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഓരോരുത്തരും ഓരോ ഫീച്ചേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതുപോലെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് കോഡ് പുഷ് ചെയ്ത് പിന്നെ എല്ലാം ഓക്കെയാണ്, 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് വെരിഫൈ ചെയ്ത ശേഷം തിരിച്ച് മാസ്റ്ററിലോട്ട് മെർജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡും കോൺസെപ്റ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓക്കെയാണ്, നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കി ഇത്രയും സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇത് ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം.